നമുക്ക് ഈ ഡാറ്റയുടെ സെന്റൻസ് സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റയുടെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട്, കോൺജുഗേറ്റഡ് വെർബ്, ഡാറ്റീവ് ഒബ്ജക്ട്, അക്വസാറ്റീവ് ഒബ്ജക്റ്റ് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഡാറ്റീവ് ഒബ്ജക്ട് അല്ലെങ്കിൽ അക്വസാറ്റീവ് ഒബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു പ്രോനൗൺ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രോനോമൻ ആണെങ്കിലോ അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. പ്രോനൗൺ യൂഷ്വലി ഒരു നൗണിന്റെ തൊട്ട് മുന്നേ ആയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അക്വസാറ്റീവ് ഒബ്ജക്റ്റ് ഒരു പ്രോനൗൺ ആയിട്ട് വരുവാണെങ്കിൽ ഡാറ്റീവ് ഒബ്ജക്റ്റിന്റെ തൊട്ട് മുന്നേ ആയിട്ട് വേണം അത് ഇടാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇഷ് ഗേവ് എസ് ദേം മാൻ, ഐ ഗീവ് ഇറ്റ് ടു ദി മാൻ. ഇവിടെ ആർക്കാണ് കൊടുത്തത്? മാനിന്. അപ്പോൾ അവിടുത്തെ ഡാറ്റീവ് എന്ന് പറയുന്നത് ദേം മാൻ എന്നാണ്. ദേം മാൻ ആണ് അവിടുത്തെ ഡാറ്റീവ്. അക്വസാറ്റീവ് എന്നുള്ളത് ഇറ്റ് ആണ് അല്ലെങ്കിൽ എസ് ആണ്. പക്ഷെ ഇതൊരു പ്രോനൗൺ ആയതുകൊണ്ട് ദേം മാന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇതിവിടെ വന്നു. ഐ ഗീവ് ഇറ്റ് ടു ദി മാൻ. അടുത്ത ഇത് നോക്കിക്കേ, ഇഷ് ഗേവ് ഈം ദസ് ബുക്ക്. ആർക്കാണ് ബുക്ക് കൊടുത്തത്? അവന്. ഇഷ് ഗേവ് ഈം ദസ് ബുക്ക്. പക്ഷെ അവൻ എന്നുള്ളത് പ്രോനൗൺ ആണെങ്കിൽ പോലും അത് ഡാറ്റീവ് ആണ്. ഡാറ്റീവ് ആയി വന്നുകൊണ്ട് അത് നമ്മൾ ആദ്യം എഴുതും. ആദ്യം വന്നതിന് ശേഷം മാത്രമേ അക്വസാറ്റീവ് ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ എഴുതുകയുള്ളൂ. ഇനി രണ്ട് ഒബ്ജക്റ്റും പ്രോനൗൺ ആയിട്ട് വരുവാണെങ്കിലോ, അത് നമുക്ക് നോക്കാം. രണ്ട് ഒബ്ജക്റ്റും പ്രോനൗൺ ആയിട്ട് വരുവാണെങ്കിൽ ആദ്യം നമ്മൾ എഴുതുന്നത് അക്വസാറ്റീവ് പ്രോനോമൻ ആയിരിക്കും. അതിനുശേഷം മാത്രമേ ഡാറ്റീവ് പ്രോനോമൻ വരത്തുള്ളൂ. സബ്ജക്ട്, വെർബ്, അക്വസാറ്റീവ് പ്രോനോമൻ, ഡാറ്റീവ് പ്രോനോമൻ. അതിൽ അക്വസാറ്റീവ് പ്രോനോമൻ ആദ്യം വരും, ഡാറ്റീവ് പ്രോനോമൻ അത് കഴിഞ്ഞിട്ട് വരും. അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഷ് ഗേവ് എസ് ഡിയർ, ഐ ഗീവ് ഇറ്റ് ടു യു. അവിടെ ഇറ്റ് എന്നുള്ളത് അക്വസാറ്റീവും ഡിർ എന്നുള്ളത് ഡാറ്റീവും. ആർക്കാണ് കൊടുത്തത്? നിനക്ക് അല്ലെങ്കിൽ താങ്കൾക്ക്. ഡിർ. ഇഷ് ഗേവ് എസ് ഡിർ. അപ്പോൾ ഡിർ അവിടെ ഡാറ്റീവ് ആണ്. പക്ഷെ പ്രോനൗൺ ആയതുകൊണ്ട് അക്വസാറ്റീവും ഡാറ്റീവും പ്രോനൗൺ ആയി വന്നുകൊണ്ട് ആദ്യം നമ്മൾ അക്വസാറ്റീവ് പ്രോനോമൻ എഴുതി, അതിനുശേഷം ഡാറ്റീവ് പ്രോനോമൻ എഴുതി.